ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ പൊഴിമുറിക്കൽ കാര്യക്ഷമമായി. അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ കണ്ടെയ്നറുകളിലെയും മറ്റും രാസമാലിന്യം കായലിലേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കുട്ടനാട് അടക്കമുള്ള ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് പൊഴിമുറിക്കൽ കാര്യക്ഷമമാക്കിയിരിക്കുന്നത്. ശരത് എസ്.എസിന്റെ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് പോലെ തോട്ടപ്പള്ളിയിൽ അതിശക്തമായ രീതിയിൽ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് തോട്ടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമായും തോട്ടപ്പള്ളി പൊഴിമുറിക്കുക എന്നുള്ളത് ഏറെ നിർണായകമായ കാര്യമാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, അതായത് ഇത് ഓയിൽ അബ്സോർബറാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു കപ്പൽ മുങ്ങുകയും കണ്ടെയ്നറിലെ രാസപദാർത്ഥം തീരത്തേക്കുമൊക്കെ തന്നെ വരുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ കായലുകളിലേക്ക് ഇത്തരം ഓയിലുകളോ മറ്റ് രാസപദാർത്ഥങ്ങളോ ഒന്നും തന്നെ കയറാതിരിക്കാനുള്ള ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണമാണ് ഇപ്പോൾ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിർമ്മിച്ചു വരുന്നത്. അതായത് ഓയിൽ അബ്സോർബർ എന്നാണ് ഇതിന് പറയുക. ഇത് ഇത്തരത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഓയിലോ മറ്റേതെങ്കിലും രാസപദാർത്ഥങ്ങളോ ഈ കടലിൽ നിന്ന് കായലിലേക്ക് കയറാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഓയിൽ അബ്സോർബർ ഇത്തരത്തിൽ ഈ ഭാഗത്ത് വെക്കുന്നത്. ഇത് ഈ മുങ്ങിയ കപ്പലിന്റെ തന്നെ ബന്ധപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. നമുക്കൊപ്പം അവർ ചേരുന്നുണ്ട്. നിലവിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? As you can see, we have installed two type of booms. The white ones is called absorbent boom. So if the oil hits first to the absorbent, protect that to go from beyond that point. നേരത്തെ ഈ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ തന്നെ അതിന് ചുറ്റുഭാഗത്തും ഇത്തരത്തിൽ ഓയിൽ അബ്സോർബർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരദേശങ്ങളിലും കായലുകളിലേക്കും മറ്റും ഇത്തരം രാസപദാർത്ഥങ്ങൾ കടക്കാതിരിക്കാനുള്ള അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓയിൽ അബ്സോർബർ ഇപ്പോൾ ഈ തോട്ടപ്പള്ളി ഭാഗത്തും വെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ ഈ പൊഴിമുറിക്കുന്ന നടപടികളും ഇതിനൊപ്പം തുടരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ കുട്ടനാട് അടക്കമുള്ള മേഖലയിൽ വെള്ളക്കെട്ട് പ്രതിസന്ധി നമ്മൾ വാർത്തകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അത്തരം പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഈ തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ അത് കാര്യക്ഷമമായി നടന്നില്ലെങ്കിൽ കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്കടക്കം വെള്ളം കയറി വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തോട്ടപ്പള്ളിയിൽ പൊഴിമുറിക്കുന്നത് കാര്യക്ഷമമാക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓയിൽ അബ്സോർബർ കൂടി വെച്ച ശേഷം പൊഴിമുറിക്കൽ നടപടികൾ തുടരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത്, റിപ്പോർട്ടർ ആലപ്പുഴ.